ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വൈകുന്നേരം ടു രാത്രി വരെയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വർഷം ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇരിഞ്ഞിട്ട് വേറെ പാത്രത്തിലൊക്കെ ഇങ്ങനെ വെച്ചാൽ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ, ഇല്ലേ അതവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഞാനത് അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചക്കയില്ല കേട്ടോ, പക്ഷെ ഈ വർഷം എല്ലായിടത്തും ഇങ്ങനെ തരും, അതിങ്ങനെ കഴിക്കും. നമുക്ക് ചക്കയില്ല. ചക്ക ഇല്ലെങ്കിലും എല്ലാ വീട്ടിൽ നിന്ന് ഇങ്ങനെ അവർക്ക് കിട്ടുമ്പോൾ തരും കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നായാലും അപ്പുറത്തെ വീട്ടിൽ നിന്നായാലും ചേച്ചീൻ്റെ വീട്ടിൽ നിന്നായാലും ഒക്കെ തരും. അങ്ങനെ കിട്ടിയിട്ടുള്ള ചക്കയായത്. അപ്പോൾ ചക്ക ഇഷ്ടമുള്ള താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വരിക്ക ചക്കയാണ് ഇത് തന്നിട്ടുള്ളത്. പിന്നെ പഴഞ്ചക്കയ്ക്ക് ആണെങ്കിൽ നമ്മൾ അട ഉണ്ടാക്കും, പിന്നെ ചക്കപ്പം ഉണ്ടാക്കും. ചക്കപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, അപ്പോൾ അത് കാണാത്തൊരു പോയി കാണാം. അതിൻ്റെ ഇത് ഞാനിവിടെ മേലെ കൊടുത്തേക്കാട്ടാം. പിന്നെ അതൊക്കെ ഇതാക്കിയതിന് ശേഷം മോള് സ്കൂളിൽ വിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് ചായക്കപ്പം ഞങ്ങളും ചായയൊക്കെ കുടിച്ചു. ഞാൻ എള്ളും അവലും ഇതാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കും. അങ്ങനെ ഇതാക്കിയതും കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ചപ്പോൾ ഫർമോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്നാളും കൂടി മുറ്റത്ത് കുറച്ച് നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിപ്പിച്ചിട്ട് അടുത്ത് കയറ്റാമല്ലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കളിക്കുകയാണ്, കാരണം ഈ ഒരു ടൈമിനാണല്ലോ കളിക്കാനുള്ള സമയമുള്ളൂ. കളിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാ. പിന്നെ മോളെ എഴുതിക്കുകയാണ്, ഫെമോളെ എഴുതിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ രാത്രി ആയാൽ പിന്നെ രാവിലെ എണീക്കുന്നതുകൊണ്ട് ഉറക്കം വരുന്നു പറഞ്ഞിട്ട് പിന്നെ എഴുതൂല. പിന്നെ വൈകുന്നേരം ഓളെ പഠിപ്പിക്കെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫെർമോൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈകുന്നേരം തന്നെ എഴുതിക്കുകയും വായിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വർക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ പുതിയ അക്ഷരം പഠിച്ചിട്ടുണ്ട്, റാ എന്നുള്ളത്, അത് എഴുതിക്കൊണ്ടിരിക്കുന്ന. പിന്നെ മോന് സമ്മതിക്കൂല കേട്ടോ, അപ്പം വേണം, ബുക്ക് വേണം, പെൻസിൽ വേണം, മയക്കടപ്പുറ വേണം, എല്ലാം വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കാനും വരുന്നുണ്ട്. അതെവിടെ വെക്കുന്നോ അവിടെയൊക്കെ വന്ന് നിൽക്കും. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കും. അതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ള എഴുതൂല, ഓളും അതൊന്നും നോക്കി അവിടെ ഇരിക്കും. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ ഫർമോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴമൂടലുണ്ട് കേട്ടോ, പക്ഷെ പെയ്യലില്ല. മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10-12 ദിവസമായി ഇങ്ങനെ വന്നങ്ങ് പോവും. അതുകൊണ്ട് നല്ല ചൂടുമാണ് ഇവിടെ. അങ്ങനെ മരിവായപ്പോൾ മരുവാങ്കൊക്കെ നിസ്കരിച്ച്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്ക് വെള്ളയപ്പത്തിന് അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈസ്റ്റ് ഇടാണ്ടാണ് അരച്ച് വെക്കൽ. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചോറും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചിട്ട് വെക്കാം. പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊന്തി വരും. പിന്നെ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ വെള്ളപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും ആ ഒരു ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലല്ലോ.
പക്ഷെ ഇങ്ങനെയായിട്ട് നല്ല തന്നെയാണ്. അരി അരക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ രണ്ടാക്കും ചോറ് വേണമെന്നിട്ട് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് അരി അരച്ചിട്ട് ഇത് പതക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ റൈസ് കുക്കറിൽ എടുത്ത് വെക്കാം. അങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് ഈ ചെമ്പിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുമല്ലോ, അരി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ കൈയിൻ്റെ ചൂടിൽ ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. അങ്ങനെ ഞാൻ ചെയ്യൽ. അങ്ങനെ ഇതാ വെള്ളം വെച്ച് കൊടുത്തിട്ട് റൈസ് കുക്കർ അടച്ചു വെക്കാം. ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞതിൻ്റെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടേനും, അതൊക്കെ കഴുകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും ഇത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ മക്കളെ പഠിപ്പിക്കലും കാര്യമായിട്ടും അതൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതങ്ങനെ പാത്രമൊക്കെ കഴുകി പിന്നെ ഫെർമുളത്ത് മദ്രസ പഠിക്കുകയും എഴുതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് പിന്നെ ബാക്കി വർക്ക് ഉണ്ടായിരുന്നു, വൈകുന്നേരം ചെയ്തതിൻ്റെ ബാക്കി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫെർമോള് പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.